ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരം 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. സഞ്ജു സാംസൺ കളിക്കാനിറങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. മലയാളികൾക്ക് അവരുടെ നാട്ടിൽ സഞ്ജുവിനെ കാണാൻ പറ്റുമോ എന്ന വലിയ ആകാംക്ഷയാണ് നിലനിൽക്കുന്നത്. ആദ്യ 3 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞെങ്കിലും T20 ലോകകപ്പിന് മുമ്പുള്ള അവസാന മത്സരം എന്ന നിലയിൽ ആവേശകരമായ ഒരു മത്സരം ഉറപ്പാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് കാണികളെ കാര്യവട്ടത്തേക്ക് അടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും കേരളത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ ആ സ്റ്റേഡിയം എന്തായാലും ഒഴികിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ടിക്കറ്റ് വിറ്റുപോയതൊക്കെ ആ ആവേശം എത്രമാത്രം ഉണ്ട് എന്നത് കാണിക്കുന്നതാണ്. എന്തായാലും ഞങ്ങളുടെ പ്രതിനിധികളായ BV അരുണും S സാരംഗും അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ആവേശ കൊടുമുടിയിലേക്ക് കാര്യവട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസന്റെ കാര്യമാണ്. ടീം അല്പസമയത്തിനകം എത്തുമെന്നറിയുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ടീം അല്പസമയത്തിനകം എത്തിച്ചേരും. ന്യൂസിലൻഡ് ടീമിന്റെ കുറച്ച് കളിക്കാർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ടീം അധികം വൈകാതെ എത്തുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം 6:30-ക്ക് ടോസ് നടക്കണം. അതിനു മുമ്പ് തന്നെ ടീം വാമപ്പ് ചെയ്യാനിറങ്ങും, പ്രാക്ടീസ് ചെയ്യാനിറങ്ങും. ഇപ്പോൾ ടീമുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഇന്ത്യൻ ടീമാണ് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടേക്ക് എത്തും. ഏറ്റവും പ്രധാനം സഞ്ജു വി സാംസൺ എന്ന മലയാളികളുടെ അഭിമാന താരം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കാരുടെ തന്നെ അഭിമാനമായി മാറുന്ന എവിടെ ഇന്ത്യൻ ടീം കളിക്കാൻ പോയാലും അവിടെ ആരാധകർ ഏറ്റവും അധികം ആവേശത്തോടുകൂടി ആർപ്പ് വിളിക്കുന്നത് ടീം ഇന്ത്യ എത്തുകയാണ്. ടീം ഇന്ത്യയുടെ വാഹനമാണ് ഇത്. ടീം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് സ്റ്റാഫ് എത്തുന്ന വാഹനമാണിത്. കളിക്കാരുടെ വാഹനം തൊട്ട് പിന്നാലെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഏതായാലും ടീം ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. തൊട്ട് മുമ്പ് ന്യൂസിലൻഡ് സപ്പോർട്ടിംഗ് ടീമുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തോടു കൂടി ആളുകൾ കാത്തിരിക്കുകയാണ്. സഞ്ജു സാംസൺ തന്നെയാണ് ഈ കാത്തിരിപ്പിൻ്റെ പ്രഭവ കേന്ദ്രം, അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ പ്രധാന കേന്ദ്രം. നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ മുകൾ വശത്ത് അപ്പർ ടയറുകളിൽ ആളുകൾ തിങ്ങിക്കൂടി ആരാധകർ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാനാകുമെന്ന് കരുതുന്നു. വലിയ ആവേശം തന്നെയാണ്. ടിക്കറ്റുകൾ മണിക്കൂറുകൾ കൊണ്ട് ടിക്കറ്റുകൾ മുഴുവൻ വിറ്റഴിഞ്ഞ ഒരു മത്സരം. ആദ്യ മത്സരം ഇവിടെ 9 വർഷം മുമ്പ് നടക്കുമ്പോൾ വലിയ തിരക്കായിരുന്നു, വലിയ ആവേശമായിരുന്നു. അതിനുശേഷം ഇത്രയധികം ആവേശത്തിലൂടെ കാണികൾ എത്തുന്നത് ഈ മത്സരത്തിൽ തന്നെ എന്ന് പറയേണ്ടി വരും. അതിന് പ്രധാന കാരണം സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളികളുടെ സ്വന്തം സഞ്ജുവാണ്. ഇന്ത്യയുടെ സ്വന്തം ചേട്ടനാണ്. ചേട്ടനെന്ന് വിളിച്ചു ഇന്ത്യൻ താരങ്ങൾ പോലും സഞ്ജുവിനെ പലപ്പോഴും എതിരേൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ അടക്കമുള്ള സൂര്യകുമാർ യാദവ് അടക്കമുള്ളവർ അങ്ങനെ ചേട്ടനെന്ന് വിളിച്ച് സഞ്ജുവിനെ എതിരേൽക്കാറുണ്ട്. ആ സഞ്ജുവിൻ്റെ നാട്ടിലേക്ക് ടീം കളിക്കാനെത്തുകയാണ്. ഇതിനു മുമ്പ് ഒരു തവണ സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് പ്ലേയിങ് ലെവലിൽ അവസരം ലഭിച്ചില്ല. അന്ന് ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. രവി ശാസ്ത്രി അന്നത്തെ കോച്ച് സഞ്ജുവിനെ ചേർത്ത് നിർത്തുകയും സ്നേഹപൂർവ്വം തല്ലാൻ കൈവങ്ങുന്നതും ഒക്കെ കണ്ട് വലിയ രീതിയിൽ ആരാധകർ ആവേശത്തോടെ ആർപ്പ് വിളിച്ചതാണ്. സഞ്ജു വി സാംസന് വേണ്ടിയുള്ള വലിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ അടക്കമുണ്ടായിട്ടും സഞ്ജുവിന് വേണ്ടി ആരാധകർ ഇളകി മറിഞ്ഞെന്ന് കേരളം കണ്ടതാണ്. അന്ന് ലോകം കണ്ടതാണ് സഞ്ജു എത്രത്തോളം പ്രിയപ്പെട്ടതാണ് മലയാളികൾക്ക് എന്നുള്ളത്. ആ നാട്ടിലേക്ക് സഞ്ജുവിന് ഈ 11 വർഷം പിന്നിടുന്നു സഞ്ജു വി സാംസന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിംഗ് കരിയർ. അതിനിടയിൽ ഒരു തവണ പോലും സ്വന്തം നാട്ടിൽ ഈ ഗ്രീൻഫീൽഡ് കേരളത്തിലെ സ്വന്തമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സഞ്ജു നല്ല ഫോമിൽ നിൽക്കുമ്പോഴാണ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ 4 മത്സരങ്ങളിലും സഞ്ജുവിന് ആ പ്രതിഭയോട് നീതി പുലർത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫോമിലേക്ക് എത്താനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് തിരുവനന്തപുരത്തേക്ക് കാര്യവട്ടത്തേക്ക് ആ ഫോം മാറ്റിവെക്കുകയായിരുന്നു സഞ്ജു എന്ന് കരുതുന്നവരാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. അങ്ങനെയാണ് രാവിലെയൊക്കെ നമ്മോട് സംസാരിക്കുമ്പോൾ ആരാധകർ അത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള നിരവധി ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഒരാൾ നമ്മോട് സംസാരിച്ചത് ഖത്തറിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് ഈ കളി കാണാൻ വേണ്ടി മാത്രം സഞ്ജുവിനെ കാണാൻ വേണ്ടി വന്ന ആളെ നമ്മൾ കണ്ടു. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കളി കാണാൻ എത്തുന്നുണ്ട്. വലിയ തിരക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ആ മുൻവശത്ത് നമ്മുടെ റിപ്പോർട്ട് സാരംഗ സ്ഥലത്തൊക്കെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും സഞ്ജു വി സാംസൺ ഫോമിലല്ലെങ്കിൽ പോലും ഇന്ന് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ അദ്ദേഹം 20 മിനിറ്റോളം ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിരുന്നു. കൂറ്റൻ ഷോട്ടുകളുമായി പലതവണ ബൗണ്ടറി കടന്നെത്തിയ പന്തുകളുമായി അദ്ദേഹം ബാറ്റിംഗ് ടച്ചിലേക്ക് തിരിച്ചു വരുന്നൊരു സൂചനകൾ നൽകിയിരുന്നു. ഒരു പാതി മലയാളി കൂടിയായ ശ്രേയസ് അയ്യരുടെ സാന്നിധ്യവും ടീമിനുണ്ടാകുമെന്ന സൂചനകളുണ്ട്. ഇന്നലെ അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ ശ്രേയസ് നെറ്റ്സിൽ പരിശീലനം നടത്തിയിരുന്നു. കഴിഞ്ഞകളിൽ മാറി നിന്ന ഇഷാൻ കിഷൻ, ഒരുപക്ഷെ സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് ഭീഷണി ഉയർത്തുന്ന ഇഷാൻ കിഷനും ഇന്നലെ മികച്ച
ഫോമിൽ 1.5 മണിക്കൂറിൽ ഇഷാനും പരിശീലനം നടത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറും കളിക്കണമെങ്കിൽ ഒരാളെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഹാർദിക് പാണ്ഡ്യയും അഭിഷേക് ശർമ്മയും ഇന്നലെ പരിശീലനത്തിന് എത്തിയിരുന്നില്ല. അവരിൽ ആരെങ്കിലും ആണോ മാറി നിൽക്കുന്നത്? സഞ്ജുവിനെ മാറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ കീപ്പിംഗ് ഗ്ലൗവുമായി സഞ്ജു ഇറങ്ങിയിരുന്നില്ല. അതൊക്കെ ചില ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഏതായാലും സഞ്ജു വി സാംസനെ ഇതുപോലൊരു മൈതാനത്ത് സ്വന്തം നാട്ടിൽ മാറ്റി നിർത്തില്ല എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ തീർച്ചയായും എന്തായാലും സഞ്ജു ഇറങ്ങുമോ എന്ന ആകാംക്ഷയാണ് എല്ലാവരിലും ഉള്ളത്. സഞ്ജു നെറ്റ്സിൽ തകർത്തടിച്ചിരുന്നു. അതിന്റെ ഒരു മിന്നിക്കൽ സ്റ്റേഡിയത്തിൽ കാണാനാണ് എല്ലാവരും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അരുണിലേക്ക് ഞാൻ തിരിച്ചെത്താം. സാരംഗ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, നീലക്കടലായി തന്നെ കാര്യവട്ടം മാറിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ എന്താണ്? സഞ്ജുവിന്റെ ഒരു മികച്ച ഫോം പുറത്തെടുക്കുന്നത് കാണുക എന്നതാണോ അവരുടെ ആഗ്രഹം? എന്തൊക്കെ പ്രതീക്ഷകളാണ് അവർ പങ്കുവെക്കുന്നത്? രേണുക, അതുതന്നെയാണ്. തലസ്ഥാനത്ത് ഇന്ത്യയുടെ ഒരു കളി വരുമ്പോൾ അവിടെ സഞ്ജു കളിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ആരാധകരുടെ മനസ്സിൽ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നീലക്കടലാണ്. കാര്യവട്ടം ഭാഗത്ത് മുഴുവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാധകരെ കൊണ്ട്, അത് മലയാളികൾ എന്നല്ല, തമിഴ്നാട്ടിൽ നടക്കുന്ന നിരവധി ആരാധകരുണ്ട് ഇവിടെ. അവരെല്ലാവരും കാത്തിരിക്കുന്നത് ഒരു സഞ്ജു കളിക്കുമോ, ഒപ്പം തന്നെ ടീം ഇന്ത്യയുടെ വിജയമടക്കമാണ് ഇപ്പോൾ അവരുടെ മുഴുവനുള്ളത്. എങ്ങനെ സഞ്ജു ഇറങ്ങാൻ സാധ്യതയുണ്ടോ? സഞ്ജു ഇറങ്ങുകയും ചെയ്യും, സഞ്ജു പൊളിക്കുകയും ചെയ്യും. 100% ഉറപ്പ്. അങ്ങനെയാണ് എല്ലാവരും സഞ്ജുവിലേക്കാണ് കണ്ണുകൾ. കാരണം സഞ്ജുവിന്റെ നാടാണ്, ഒപ്പം തന്നെ കേരളത്തിന്റെ, അതായത് വരുന്ന ദിവസങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള കഴിഞ്ഞ കളികളിലൊക്കെ ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പോൾ ഇരുന്ന ഈ ഒരു സ്വന്തം നാട്ടിലെ കളിയിലേക്ക് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ആരാധകരടക്കം കാത്തിരിക്കുന്നത്. നമുക്ക് ആരാധകരുടെ പ്രതികരണങ്ങൾ തന്നെ നോക്കാം. സഞ്ജു ഇറങ്ങും, ഉറപ്പായിട്ടും. കളി എന്താവും? കളി ഇന്ത്യക്ക്. അതുതന്നെയാണ് സഞ്ജു ഉറപ്പായിട്ട് കളിക്കും. സഞ്ജു കാണുമ്പോൾ ഞാൻ വന്ന കളി കാണാൻ. എവിടുന്നായിരുന്നു? ഇവിടെ തന്നെയാണ്. ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. ഇങ്ങനെയാണ്, വലിയ പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാരം സഞ്ജുയുടെ കളിയിൽ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും കൂടി ആരാധകരുടെ ഭാഗത്തുണ്ട്. കാരണം വലിയൊരു സമ്മർദ്ദമാണ്. സ്വന്തം നാട്ടിലാണ്, സ്വന്തം ഫാൻസിന്റെ കൂടെ അവരുടെ മുൻവശത്ത് നിന്നുള്ള, അവരുടെ മുൻപിൽ നിന്നുകൊണ്ടുള്ള ഒരു കളി, അതിൽ മികച്ച ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് കരിയറിൽ തന്നെ വലിയൊരു മികച്ച നേട്ടമാകും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആരാധകരുടെ കാര്യത്തിലാണ്. അതായത് കഴക്കൂട്ടം ഭാഗം മുഴുവൻ തന്നെ പോലീസ് നിയന്ത്രണത്തിലാണ്. കളി തുടങ്ങാൻ മണിക്കൂറുകളുണ്ട്. അതിനു മുൻപ് തന്നെ ഈ ഭാഗം മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് അല്ലാതെ മറ്റൊന്നും തന്നെ കയറ്റിവിടുന്നുമില്ല. അത്ര കണ്ട്, അതായത് കേരളത്തിന്റെ തലസ്ഥാനത്തിൽ നിന്ന് തന്നെ മറ്റു സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നീലക്കടലായി മാറിയിരിക്കുകയാണ് കാര്യവട്ടം. മാത്രവുമല്ല, നമുക്കറിയാം ഇതൊരു പരമ്പര നേട്ടമൊക്കെ കഴിഞ്ഞ മത്സരമാണ് എങ്കിൽ പോലും ആവേശത്തിന് ഒരു ഒട്ടും കുറവില്ല. ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാന മത്സരം എന്ന നിലയിൽ മികച്ച ഒരു മത്സരം തന്നെ കാഴ്ചവെക്കും ഇരു ടീമുകളും എന്ന പ്രതീക്ഷയിലാണ് കാണികൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനമായും സഞ്ജുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുക, സഞ്ജുവിന്റെ കളി ഈ കേരള മണ്ണിൽ ഒന്ന് കാണുക, ഇതൊക്കെയാണ് ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്ന ഘടകം. എന്തായാലും 6:30 ടോസ് നടക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ജയിച്ച് വേൾഡ് കപ്പിലേക്ക് പോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരമായിരിക്കും എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം. വി അരുണും സാരംഗുമാണ് വിവരങ്ങൾ നൽകിയത്.